ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ 20 ചക്കച്ചോള എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ്. ഈ ഒരു ചക്കച്ചോളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ ചക്കച്ചോള നല്ല മഞ്ഞയായിട്ടിരിക്കും പഴുത്തു കഴിഞ്ഞാൽ. ഈ ഒരു ചക്കച്ചോള ഇതുപോലെ ഈ ഒരു കളറിലേ കിട്ടുകയുള്ളൂ എത്ര പഴുത്താലും. സാധാരണ ചക്കയുടെ ആ ഒരു മധുരവും മണവും ടേസ്റ്റും ഒക്കെ തന്നെയാണ് ഇതിനുള്ളത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, അതുപോലെ വെള്ളവും ഒഴിച്ചു കൊടുക്കരുത്. ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. എന്നാലാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 5 ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം. ഞാനിത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് തുടച്ച് ഇട്ട് കൊടുക്കണം. അല്ലാതെ വെള്ളം ഒഴിച്ച് എടുക്കാൻ നിൽക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ചിരകിയെടുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഇതിലേക്ക് ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. ഈ ഒരു ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ശർക്കരയാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ വേണ്ട എന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാനിത് വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കി കഴിക്കുന്നതിന് ഈ ഒരു കളറിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ കുറച്ച് കളറായിട്ടിരിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഈ ഒരു മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവ് റെഡിയാക്കി എടുക്കുന്നതിന്റെ ആ ഒരു പരുവാണ്. ഇപ്പൊ ആകെ ഇതിൽ വേണ്ടി വന്നിട്ടുള്ള വെള്ളം 250 ml കപ്പിന്റെ അളവിൽ 3/4 കപ്പ് വെള്ളമാണ്. ഈ ഒരു പൊടിക്ക് ഇത്രയും വെള്ളം കറക്റ്റ് ആണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരന്ന ഒരു പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബോൾസ് ആക്കി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ബോളിൽ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുള മാവ് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് കൂടി കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടി വേണം. എന്നാലേ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഈ ഒരു വലിപ്പത്തിൽ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. അപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഉരുള മാവ് കൂടി ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതേപോലെ തന്നെ രണ്ടാമത്തെ മാവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചക്കയുടെ മിക്സ് ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് വെച്ച് കൊടുക്കരുത്, ഈ ഒരു പരുവത്തിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ നിന്ന് ഒരെണ്ണം കൂടെ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം
ഈ ഒരു അടപ്പിൻ്റെ ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വക്കുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാതെ കിട്ടുകയും ചെയ്യും. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാത്രത്തിൽ കുറച്ച് പൊടിയൊന്ന് തൂവിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചുടാൻ നേരത്ത് അത് എടുക്കുമ്പോൾ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കും ആ ഒരു പാത്രത്തിൽ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും പരത്തിയെടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ആ ഒരു ചക്കയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ ഒരു മാവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ സ്പൂൺ അളവിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മാവ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കൂടി 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്നുകൂടി സ്പ്രെഡാക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് നെയ്യിലോ ബട്ടറിലോ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലിലും ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ദാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്ത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ചക്ക ഇഷ്ടമുള്ള എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഏത് നേരം വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.